ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാം കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ട്സും ഓരോ കുട്ടികളും ഒക്കെ പാടെ നമ്മൾ ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ ചോദിച്ചു, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 6 മണിക്കൊക്കെയാണ്. അപ്പോൾ അതാ എല്ലാവരും ഉണ്ട്. നമ്മൾ രാവിലെ തന്നെ പാട്ടൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ടാക്കി. പിന്നെ ഞാനങ്ങനെ പോണ ക്ലിപ്പുകളും കാര്യങ്ങളൊന്നും എടുത്തില്ല, കാരണം രാവിലെ തന്നെ ഉറക്കമൊപ്പിലിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് വണ്ടി കയറിയൊരു ക്ലിപ്പ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നേരെ എടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും പാടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ഞാനും ഉമ്മയും കഴിച്ചത് അപ്പവും കടലക്കറിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നേരെ പോയത് മിനിയൂട്ടിക്കാണ്. അപ്പോൾ കഴിച്ച് നമ്മൾ മിനിയൂട്ടി എത്തി. ഇതാണ് അവിടുത്തെ ഒരു വ്യൂ. സത്യം പറഞ്ഞാൽ പാലക്കാട് പെരും ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. പക്ഷെ ഇവിടേക്കൊക്കെ പോയപ്പോൾ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. നമുക്ക് അത്ര ചൂടേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറി. അപ്പോൾ ഞാനും ഉമ്മയും, ഞങ്ങളെന്താ കപ്പിൾസോ, അപ്പം ഞാനും ഉമ്മയും പാടെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. കഴിച്ചത് ഷോക്ക് വേണ്ടി വെച്ച കണ്ണടയല്ല. അമ്മമാർ വെയിൽ നല്ല ഉണ്ടായിരുന്നു, പക്ഷെ ചൂടിങ്ങനെ ഉണ്ടായിരുന്നില്ല, അതായിരുന്നു. അപ്പോൾ വെയിലുള്ളതുകൊണ്ട് കണ്ണാടിയൊക്കെ അങ്ങോട്ട് വെച്ചതാണ്. പിന്നെ നമ്മൾ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് അവിടുത്തെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. അവിടെ പിന്നെ നമ്മൾ ഈ പോണ വഴിക്ക് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓല് നമ്മളെ കൊണ്ട് ഇങ്ങനെ പാക്കേജും കാര്യങ്ങളൊക്കെ എടുപ്പിക്കും. അപ്പോൾ നമ്മൾ ചെറിയൊരു പാക്കേജ് എടുത്തിട്ടാണ് പോയത്. അതായത് ഒരു 3-4 സ്ഥലങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു പാക്കേജ് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ അതിൽ നമ്മൾ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കണ്ടു. ഇത് എല്ലാ പാക്കേജിലും ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാവും. അത് മെയിൻലി കാണേണ്ട ഒരു കാര്യമാണ്, കാരണം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയത് സിപ്പ് ലൈൻ ചെയ്യാനായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്നില്ല, എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ നിന്നു. പിന്നെ എനിക്ക് പെട്ടെന്നൊരു കോൺഫിഡൻസ് വന്നു, ഒന്നും ആവുമൊന്നുമില്ല എന്നുകൊണ്ട് ഞാൻ അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് സിപ്പ് ലൈൻ ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കൈയൊക്കെ വിട്ടിട്ടായിരുന്നു ഇങ്ങനെ പോയത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഇങ്ങനെ കുഞ്ഞു കുളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയ സ്പോട്ട് എന്ന് പറയുന്നത് പെറ്റ്സിൻ്റെ പാർക്കായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരുപാട് പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കാണുന്ന ഓരോ പെറ്റ്സിൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളാട്ടോ. എനിക്ക് പേരും കാര്യങ്ങളൊന്നും അറിയില്ല, ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതെന്താ ഓന്താണ് തോന്നുന്നു, അല്ല വലിയ ഓന്താ തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എടുത്തു, അതിനെയൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി. പിന്നെ കുറേ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു കുരങ്ങനാട്ടോ. അതിൻ്റെ ഫേസ് ഭയങ്കര കുഞ്ഞ് സാധനം. അപ്പോൾ ഞാൻ അത് കുറേ നേരം അതിൻ്റെ വീഡിയോ എടുത്തു, കാരണം എനിക്ക് ഭയങ്കര യുണീക്കായി ഫീൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തു. ഇത് പിന്നെ എന്തൊക്കെ സാധനമാണ്, എനിക്കെൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. പിന്നെ എന്താ വൈറ്റ് കോഴിയാ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വീഡിയോ എടുത്തതാ. പിന്നെ നമ്മൾ നേരെ ഒരു ബേർഡ്സിൻ്റെയും ക്യാറ്റ്സ് ഡോഗ്സ് ഉള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ക്യാറ്റ്സും ഡോഗ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നേരെ അവിടുത്തെ ഒരാൾ മറ്റേ വലിയൊരു ബേർഡിനെ എടുത്തിട്ട് ഇതിൻ്റെ തലയിൽ കൊണ്ടുവച്ചു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. കാരണം ഇത് ഒന്നാമത് കുറച്ച് വലിയ ബേർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കാല് നമ്മളെ മേലെ തട്ടുമ്പോൾ അയ്യോ ഭയങ്കര സീന് ഫീലായിരുന്നു. കാരണം അതിങ്ങനെ നമ്മളിങ്ങനെ ഇറുക്കി ഇങ്ങനെ തലയിൽ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ കുറേ പേടിക്കുകയൊക്കെ ചെയ്തു. അയ്യോ എൻ്റെ എക്സ്പ്രഷനൊക്കെ എന്തെങ്ങനെ. പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു ബേർഡ്സിന് ഫുഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നേരെ സ്നേക്കിനെ കാണാൻ പോയി. ഇത് മാത്രം മേലിടാനുള്ള ധൈര്യം എനിക്ക് വന്നില്ല. പിന്നെ അവിടുത്തെ നമുക്ക് അറിയണ കുറച്ച് താത്താരൊക്കെ ഇങ്ങനെ ഇട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ഇങ്ങനെ മിററിൻ്റെ ഒരു സംഭവം ഉണ്ടാവില്ലേ, 4 ഭാഗത്തും മിറർ, നമ്മളിങ്ങനെ തൊട്ടിട്ട് അങ്ങനെ പോകണം. അപ്പോൾ അത് കുറച്ച് സീനായിരുന്നു, കാരണം 4 ഭാഗത്തു കൂടെ പോയാലും മിറർ. നമ്മളിങ്ങനെ തൊട്ടിട്ടാണ് ലാസ്റ്റ് നമ്മൾ സ്ഥലത്ത് എത്തിയത് കേട്ടോ. ഞാനിങ്ങനെ ക്യാമറ ഓണാക്കി കയ്യും ഇങ്ങനെ നീട്ടി പിടിച്ച് പോവുകയാണ്, കാരണം ഏതിനെ പോയാലും എനിക്ക് കാണുന്നത് മിററാണ്. പിന്നെ നേരെ എൻ്റെ ഉമ്മയൊക്കെ നേരെ പോകണുണ്ട്, അപ്പം ഉമ്മാൻ്റെ പിന്നാലേക്ക് ഞാൻ പോയി. അങ്ങനെയാണ് ഞാൻ അവസാന സ്ഥലത്ത് എത്തിയത്. എൻ്റെ കൂടെ വന്ന ആൾക്കാരൊന്നും കാണാനില്ല, ഓല എവിടെയൊക്കെ എത്തി. പിന്നെ ഞാൻ വേഗം പിന്നാലെ പോയി. പിന്നെ നെക്സ്റ്റ് പോയത് ഈ ഹൊററിൻ്റെ ഒരു സംഭവത്തേക്കാണ്.
അയ്യോ അത് ഭയങ്കര സീനായിരുന്നു. ഫസ്റ്റ് അയാൾ പോയപ്പോൾ പറഞ്ഞു ഫ്ലാഷ് ഒന്നും ഓണാക്കരുത് പറഞ്ഞു. പിന്നെ ഞാനും ഫ്ലാഷും കാര്യങ്ങളും ഓണാക്കിയില്ല. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ 3 കുട്ടികളാണ് പോയത്. അപ്പോൾ കുറച്ച് നേരം ആ കയറുന്നൊരു പോർഷനിൽ അയാൾ ഫ്ലാഷ് ഓണാക്കി തന്നു. പിന്നെ ഒന്നും കാണണ്ടായില്ല. അപ്പം ഞാൻ ഫുള്ള് ക്യാമറ ഓണാക്കി ഇങ്ങനെ നടക്കുക. ബാക്കി 2 കുട്ടികൾ ഇനിയും വിശ്വസിച്ചിട്ടുണ്ട് അപ്പം പോരാട്ടോ. അങ്ങനെ വലിയ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ പാമ്പിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ, അതായത് ശരിക്കുള്ളതല്ലേ, ഈ പ്ലാസ്റ്റിക് പാമ്പ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തൂങ്ങുക. അപ്പോൾ നമ്മൾ പേടിക്കുമല്ലോ, ഇരുട്ടല്ലേ. പിന്നെ പാമ്പിൻ്റെ വാല് പോലത്തെ ഒരു സാധനം കാലിൽ ഇങ്ങനെ നമ്മൾ അടിക്കുക. അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ടായിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ കൂടെയുള്ള 2 കുട്ടികൾ ഒരേ തള്ളാട്ടിലായിരുന്നു. പിന്നെ ഞാനായിരുന്നു മുമ്പിൽ പോയിട്ട് ഓലയും കൂട്ടി പോയത്. ഇതിൽ അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. പിന്നെ ഫ്ലാഷ് ഓൺ ആക്കണ്ട പറഞ്ഞുകൊണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് വീഡിയോസിൽ കാണാൻ പറ്റില്ല. കാരണം ഫ്ലാഷ് ഓൺ ആക്കി നമ്മൾ എന്തായാലും പേടിക്കൂല. പക്ഷെ ഓലിങ്ങനെ ഓണാക്കണ്ട പറഞ്ഞുകൊണ്ട് നമ്മൾ ഓണാക്കിയില്ല. എന്നാലും അവിടെ ഉള്ള ലൈറ്റിൽ നമ്മളിങ്ങനെ വീഡിയോ എടുക്കണം. നമ്മൾ പോകുന്തോറും അവിടെ ഇങ്ങനെ ഓരോ ലൈറ്റ് കത്തും. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ കാണാൻ പോയത് 3Dൻ്റെ ഒരു സെക്ഷനൊക്കെയായിരുന്നു. അപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ 3D കാണാൻ സ്റ്റാർട്ട് ചെയ്തു. വല്ലാത്ത പേടിയൊന്നുമില്ല. പക്ഷെ ഓലിങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യുക, അതേപോലെ സീറ്റിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തുക, കാലിൽ എന്തൊക്കെയോ ഇങ്ങനെ വന്ന് തട്ടുക. അപ്പോൾ അങ്ങനെ അപ്പോഴൊക്കെയാണ് പേടിക്കണം. അല്ലാണ്ട് ഈ വിഷ്വൽ കാണുമ്പോഴൊന്നും അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയി. അപ്പോൾ ലഞ്ചിന് ഞാൻ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയാണ് കഴിച്ച്, ഉമ്മച്ചി ബിരിയാണി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ SM സ്ട്രീറ്റിലേക്ക് പോയി. പിന്നെ നമ്മൾ കുറച്ച് നേരം SM സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ കുറേ നടന്നു, കുറേ ഷോപ്സിലൊക്കെ കയറി. പിന്നെ ഈ ഒരു ടൈം ആയപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് പകുതിയോളം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഇതിന് ശേഷം ഞാൻ പോയ സ്ഥലത്ത് കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ. കാരണം ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ SM സ്ട്രീറ്റിൽ നിന്ന് പിന്നെ നേരെ പോയത് ബീച്ചിലേക്കാണ്. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ബീച്ചിൽ പോയി. പിന്നെ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. കുറേ നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നേരെ പോവുകയാണ് ചെയ്തത്. പിന്നെ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ കഴിക്കാൻ പോകുന്ന ടൈമിലൊന്നും എൻ്റെ ഫോൺ ഓഫ് ആയിരുന്നു. എനിക്കൊരു ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡിന്നർ കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഒരു മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതേപോലെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.